ഹലോ ഓൾ, നീറ്റ് റിസൾട്ട് ഓഗസ്റ്റ് 18-ാം തീയതി വരും എന്നുള്ള രൂപത്തിൽ മീഡിയയിൽ അപ്ഡേറ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. സോ അതിൻ്റെ ഇടയിലാണ് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലയബിൾ ആയിട്ട് ഡയറക്റ്റ് NT ആയിട്ട് കണക്ഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നത്. അതായത് നമ്മുടെ OMR ഷീറ്റ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്കാൻഡ് ആയിട്ടുള്ള OMR അയക്കുന്നതിന് എല്ലാവരുടേതും പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. ആൻഡ് നമുക്കത് റെഡി ആവാൻ വേണ്ടിയിട്ട് ഏകദേശം ഓഗസ്റ്റ് 20 കഴിയും. അപ്പോൾ ഒരു 20-ാം തീയതി 21-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കാണ് OMR-ഉം നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. മേ ബി ഒഫീഷ്യൽ ആൻസർ കീ മാത്രം നേരത്തെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ OMR-ഉം ഒഫീഷ്യൽ ആൻസർ കീയും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഓഗസ്റ്റ് 21-ാം തീയതി ഒക്കെ ആവുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ. ആൻഡ് അതുപോലെ തന്നെ NTA തന്നെ 4 ക്വസ്റ്റ്യൻസിൽ ചലഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നു. അവർ പ്രതീക്ഷിക്കുന്നുണ്ട് 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെല്ലാം ചലഞ്ച് ചെയ്യുമെന്ന് NTA എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ 4 ക്വസ്റ്റ്യൻ്റെയും ചലഞ്ചിൽ ഒരു ചലഞ്ച് വന്ന് സപ്പോസ് അതൊരു കോടതിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ എല്ലാം വന്നത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ഡേയ്സിൻ്റെ ഗ്യാപ്പാണ് NTA പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അതനുസരിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മുടെ സെപ്റ്റംബർ 1 അല്ലെങ്കിൽ സെപ്റ്റംബർ 1 വീക്ക് 1, 2, 3 ആ ഒരു ദിവസത്തിനുള്ളിലായിരിക്കും നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. ആൻഡ് ദിസ് ഈസ് എ വെരി റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. സോ എന്താ പറയുക, ഈ ഒരു വീഡിയോ, ഈ ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നീറ്റ് റിസൾട്ടിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ള കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച കൂടി അല്ലെങ്കിൽ 2 ആഴ്ച കൂടി ടൈമാണ് നമുക്ക് ഇതുവഴി NTA തരുന്നുണ്ടാവുക. സോ ഇനി നിങ്ങൾ അടുത്തൊരു വർഷത്തേക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം വ്യക്തമായ പ്ലാനും കാര്യങ്ങളും ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഓർക്കുക. ഇനി നീറ്റ് റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.